ദൈവതുല്യനല്ല എന്ന് ആരും ചോദിക്കാതെ പറഞ്ഞ ഒരു പരാമർശം മുന്നിൽ നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ഈ ശബരിമലയിൽ ഇത്രയ്ക്ക് ഇങ്ങനൊരു ഹോൾഡ് ഉണ്ടാക്കിയത്? തന്ത്രി കുടുംബം അടുത്തിട്ടല്ലേ എന്നുള്ളൊരു വിഷയമൊക്കെയുണ്ട്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ ഒരു നെറ്റ്വർക്ക് അതിങ്ങനെ കിടക്കുകയാണ്. അത് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തെന്ന് കോടതി പറയുന്നിടത്തോട്ട് വരെ നീണ്ടു പോകുമെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഭക്തർ ഇത് കാണുക? ഭക്തർക്ക് തന്ത്രിയും ബാക്കിയുള്ളവരും എല്ലാം സെക്കൻഡറിയാണ്. തന്ത്രിയും മേൽശാന്തിയും ദേവസ്വം ും നമ്മളെല്ലാം അയ്യപ്പനിലാണല്ലോ ഇതിൽ വിശ്വസിക്കുന്നത്. ആ അയ്യപ്പന്റെ ഭാഗമായിട്ടാണ് ബാക്കി എല്ലാവരും വരുന്നത്. ലഭ്യമായി ഇതുവരെ വിവരം വെച്ച് പത്മകുമാർ സാർ, സുഭാഷ് വാസു സാർ അടക്കമുള്ള, മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള ആൾക്കാരിലാണ് കുറ്റം എന്ന് പറയുന്നത്. ഇനിയും കൂടുതൽ ആൾക്കാരിലേക്ക് വരുന്നെങ്കിൽ അന്വേഷിക്കട്ടെ. നമുക്കിതിന്റെ അടിസ്ഥാനം എന്താ? 7 മുതൽ 8 ഹൈക്കോടതിയുടെ ഇടക്കാല വിധിന്യായങ്ങളാണ്. അതിൽ വേറെ ആരുടെയും പേര് ഇതുവരെ പരാമർശിച്ചിട്ടില്ല. ഇനിയും വന്നുകൂടായൊന്നുമില്ല, ഇതുവരെ പരാമർശിച്ചിട്ടില്ല. 2, ഹൈക്കോടതിയാണ് ഈ കേസിലെ പരാതിക്കാരൻ. ഒരർത്ഥത്തിൽ ഹൈക്കോടതിയുടെ പോരാട്ടമാണ് ഈ കേസ്. സുവോമോട്ടു കേസെടുത്ത്, സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് രാജാ വിജയരാഘവനും ജസ്റ്റിസ് ജയകുമാറും വലിയൊരു പോരാട്ടം നടത്തിയാണ് യഥാർത്ഥത്തിൽ ഇത് പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇനി 2, സുഭാഷ് കപൂർ അടക്കമുള്ളവരെ മെൻഷൻ ചെയ്തത് ആരാണ്? ഹൈക്കോടതിയാണ്. ഏകദേശം 1300 കോടി രൂപയുടെ ഈ ഗോൾഡ് സ്മഗ്ലിംഗ് മാർക്കറ്റ് അല്ലെങ്കിൽ ഐഡൽ സ്മഗ്ലിംഗ് മാർക്കറ്റ് ഒക്കെയാണ് ഈ സുഭാഷ് കപൂറിനുള്ളത്. സേക്രഡ് റെലിക്സ് എന്ന് പറയുന്നതിന് അന്താരാഷ്ട്ര തലത്തിൽ ഏകദേശം $6 ബില്യൺ ഉള്ള വലിയൊരു മാർക്കറ്റും ഒരു മാഫിയ സംഘവും ഉണ്ട്. ഇവരിലേക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയട്ടെ. അപ്പം നമുക്ക് ഇൻഫർമേഷൻ വരാതെ ആരെങ്കിലും കുറിച്ച് കരിവാരത്തേക്കുന്ന എങ്ങനെ? ഇപ്പം ഞാനൊക്കെ സാധാരണ വിശ്വാസി മാത്രമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഹൈക്കോടതി വിധിയിൽ പറയുന്ന ആൾക്കാരെയും ഹൈക്കോടതിയും SIT അന്വേഷിക്കുന്ന ആൾക്കാരെ മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് വിശ്വാസികൾ ആരും മുഖ്യമന്ത്രിയാണ് ഇത് കേട്ടെന്ന് പറയാറില്ല, അല്ലെങ്കിൽ ഇതിൽ തന്ത്രിയോ മേൽശാന്തിയോ ഇൻവോൾവ് ആണെന്ന് പറയാറില്ല. കാര്യം ഹൈക്കോടതി വിധിന്യായങ്ങളൊന്നുമില്ല, ബാക്കിയെല്ലാം അനുമാനങ്ങൾ മാത്രമാണ്. ഇതുവരെ വന്ന കാര്യങ്ങൾ വെച്ച് ഹൈക്കോടതി ശക്തമായി മുമ്പോട്ട് പോകുന്നുണ്ട്. SIT ആരെയും വെറുതെ വിടുന്നില്ല, അതിശക്തമായി ഈ കാര്യങ്ങൾ അന്വേഷിക്കുക. SIT മുമ്പോട്ട് പോകാൻ മാത്രമല്ല ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഇതുവരെ ഹൈക്കോടതി ശക്തമായി ചൂണ്ടിക്കാണിച്ചു. ഹൈക്കോടതി ഒരു വിധിയിലെ 8ാം പാരാഗ്രാഫിൽ 9 പോയിന്റുകൾ എഴുതിയിട്ടിട്ട് SITയോട് അന്വേഷിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ SIT നമുക്കറിയാം നേരിട്ട് ഹൈക്കോടതിയെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ഊഹാപോഹങ്ങളും, നമുക്ക് വ്യക്തിപരമായി ചില ആൾക്കാരെ ഇഷ്ടം അല്ലെങ്കിൽ അവരെ കരിവാരിത്തേക്കാനും അല്ലെങ്കിൽ അവൻ കൂടെ ഉണ്ടെന്ന് പറയാനും കോൺസ്പിറസി തിയറീസ് പറഞ്ഞിട്ട് എന്താ കാര്യം? ഹൈക്കോടതി നമുക്ക് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ ഹൈക്കോടതി പറഞ്ഞതല്ലാതെ? ഇപ്പൊ ഹൈക്കോടതി ഇൻ ക്യാമറ ആയിട്ടാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ എഴുതിയ വാക്കുകളിൽ നിന്ന് ഒരു വരിയോ ഒരു കുത്തോ കോമയോ കൂടുതൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. കണക്കുകൾ ഹൈക്കോടതി പ്രസന്റ് ചെയ്തു, ഡേറ്റുകൾ ഹൈക്കോടതി പ്രസന്റ് ചെയ്തു, 39 ദിവസം മാറ്റി പോകുന്നത് ഹൈക്കോടതി പ്രസന്റ് ചെയ്തു. ഇതെല്ലാം ഹൈക്കോടതി. അതായത് രാഹുൽ, ഞാൻ ചോദിക്കുന്നത് തന്ത്രിക്കടക്കം പൂജാരിക്കടക്കം ധാർമ്മികമായ ബാധ്യതയുണ്ടല്ലോ, അത് കോടതിയുടെ ഭാഗത്ത് പരാമർശം ഉണ്ടായില്ലെങ്കിലും എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദനോട് ചോദിച്ചതാണ്, അതിനുള്ള മറുപടി. അവരോട് സിമ്പിൾ ആയിട്ടൊരു ഉത്തരവേ ഉള്ളൂ. തന്ത്രിക്ക് മേൽശാന്തിക്ക് സ്വർണ്ണപ്പണി അറിയില്ല. തന്ത്രിയും മേൽശാന്തിയും സ്വർണത്തിന്റെ കാര്യത്തിൽ എക്സ്പേർട്ട് അല്ല. ഗോൾഡ് ക്ലാഡിംഗ് മാറ്റി ഗോൾഡ് പ്ലേറ്റിംഗ് ആക്കിയാൽ അറിയാനുള്ള മിടുക്ക് തന്ത്രിക്കോ മേൽശാന്തിക്കോ ഇല്ല. ആ എക്സ്പെർട്ടീസ് നമുക്കുണ്ടോ? എന്നാൽ ഈ മാധ്യമങ്ങൾക്കെല്ലാം എല്ലാ ദിവസവും അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ക്യാമറ വെക്കുന്നതല്ലേ? ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങൾ എന്തുകൊണ്ട് മുമ്പ് കണ്ടുപിടിച്ചില്ല എന്ന് ചോദിച്ചാൽ എന്തായാലും ഉത്തരം. അതായത് ബാക്കിയുള്ളവർക്ക് അതിൽ ഗോൾഡ് ക്ലാഡിംഗ് മാറ്റി സ്വർണം പൂശാൻ, അതായത് തനി 24 ക്യാരറ്റ് തങ്കം പതിച്ചത് പൊതിഞ്ഞത് മാറ്റി സ്വർണം പൂശാനായിട്ട് ഉണ്ണികൃഷ്ണനും ദേവസ്വം ബോർഡിലെ ആൾക്കാരും ഗൂഢാലോചന നടത്തി. ഇതറിയാത്ത ഒരാൾക്ക് സ്വർണം പൂശിയതാണോ പതിച്ചതാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ യഥാർത്ഥത്തിൽ ബാക്കിയുള്ളവരെ ഇതിലേക്ക് വലിച്ചെടുത്തത് ഇതിന്റെ ഫോക്കസ് തെറ്റിക്കാനാണ്. ഇതിന്റെ ഫോക്കസ് വളരെ ഷാർപ്പാണ്. ഹൈക്കോടതി വളരെ ഷാർപ്പായിട്ട് അന്വേഷിക്കാനും ഡേറ്റും എല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി CPM-ഉമായിട്ട് ബന്ധപ്പെട്ടവർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് 1999 അന്വേഷിക്കണമെന്ന്. എന്തോന്ന് അന്വേഷിക്കാനാണ്? 2019 ജൂലൈ 19, 20 അവിടെ നിലക്കിയെടുത്ത സ്വർണ്ണപ്പാളികളുടെ കാര്യം 1999 അന്വേഷിക്കണമെന്ന് അവർ പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ? അപ്പം വേറെ കുറെ ആൾക്കാരുടെ പേര് കൂടെ അതിലേക്ക് വലിച്ചിടാം. ഈ 20 വർഷം കൊണ്ട് കുറച്ച് സ്വർണ്ണമൊക്കെ പോയി എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാന്നുള്ളതുകൊണ്ടാണ്. ആരെ പറ്റിക്കാനാണ് നമ്മൾ സംസാരിക്കുന്നത്? ജൂലൈ 19, ജൂലൈ 20 അവിടെ ദ്വാരപാല ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്തു. അതായിരുന്നല്ലോ ആദ്യ വിഷയം. അത് ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടു. 39 ദിവസത്തിന് ശേഷമാണ് മദ്രാസിൽ എത്തിയത്. ഈ 39 ദിവസം എന്ത് ചെയ്തു? ദേവസ്വം ബോർഡ് അന്വേഷിക്കാത്ത എന്തുകൊണ്ടാണ്? അങ്ങോട്ട് പോയപ്പോൾ ദ്വാരപാല ശില്പങ്ങളിൽ 1.561 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1.5 കിലോഗ്രാം സ്വർണം പതിച്ചിരുന്നു, സ്വർണം പൊതിഞ്ഞിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ 361 ഗ്രാം സ്വർണം പൂശിയിരുന്നു. ഇതെന്തുകൊണ്ടാണ്? ഇതിന് 1998 വിജയം വലിയ ചോദ്യം ചെയ്യണോ?
രാഹുൽ ഒന്ന് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചോട്ടെ. പത്മകുമാർ അകത്തേക്ക് പോകുമ്പോൾ പറയുന്നത്, ഇപ്പോഴും അത് പറയുന്നത് UDF-ന്റെ കാലത്ത്, അതായത് തന്റെ മുൻഗാമികൾക്കും ഉണ്ട് ഇതിൽ പങ്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അതായത് അത് പത്മകുമാർ വെറുതെ ഈ ഫോക്കസ് മാറ്റാൻ, അന്വേഷണത്തിന്റെ ഫോക്കസ് മാറ്റാൻ കയ്യിൽ നിന്ന് ഇട്ടത് മാത്രമാണ്. അങ്ങനെയാണോ രാഹുൽ കരുതുന്നത്? അങ്ങേക്ക് അറിയാലോ, എനിക്ക് ഭയങ്കര വ്യക്തിപരമായി ഇഷ്ടമുള്ള അടുപ്പമുള്ള ആളാണ് പത്മകുമാർ സാർ. ഞങ്ങളെ സഹായിച്ച ആളാണ്. യഥാർത്ഥത്തിൽ ആദ്യ ദിവസം പ്രക്ഷോഭം തുടങ്ങാൻ എന്നെയും മുത്തശ്ശി അമ്മയും ഒക്കെ ശബരിമലയിൽ എത്തിക്കാൻ കാരണക്കാരൻ കൂടി പത്മകുമാർ സാറാണ്. അങ്ങനെ ആദ്യ ദിവസം പ്രക്ഷോഭം തുടങ്ങിയോണ്ടാണ് 60 ദിവസം അത് കണ്ടിന്യൂ ചെയ്യാനും നമുക്ക് വിധി ജയിക്കാനും പറ്റിയത്. പത്മകുമാർ സാറിനെ വ്യക്തിപരമായ ഇഷ്ടമാണ്. ഇന്ന് അദ്ദേഹം ചെയ്തതിനോടെല്ലാം ഏറ്റവും ദേഷ്യവും ഏറ്റവും വിഷമവും ഒക്കെയാണ്. അത് മറ്റൊരു കാര്യം. പക്ഷേ മുമ്പത്തെ ദേവസ്വം ബോർഡുകാർ എന്ത് ചെയ്തു എന്നാ പറയണേ? ജൂലൈ 19-നും ജൂലൈ 20-നും ഇത് അഴിച്ചെടുക്കുന്നതിന് മുമ്പ് ദ്വാരപാല ശില്പങ്ങളിൽ നിന്ന് സ്വർണം പോയി ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഇത് വേഗമാക്കാൻ വേണ്ടി പറയുകയാണ്. പത്മകുമാർ സാറിനെ ഇപ്പോഴും സാറിനെ ഞാൻ വിളിക്കൂ, എന്ന് സാറിനെ വിളിക്കൂ. പത്മകുമാർ സാർ ഇടയ്ക്ക് വേറൊരു കാര്യം പറഞ്ഞു, നമ്മുടെ അനന്തഗോപൻ സാർ മലേഷ്യയിൽ പോയത് അന്വേഷിക്കണമെന്ന്. ചുമ്മാ വെറുതെ അന്വേഷിച്ചിട്ട് എന്താ കാര്യം? അതായത് നമ്മുടെ ഈ അക്കരയിൽ ശ്രീനിവാസൻ മോഹൻലാലിനോട് പറയുന്നുണ്ട്, നമുക്ക് പോൾ ബാർബർ ഫ്രാൻസിലോട്ട് പോയെന്ന് പറയാം, അപ്പം നമ്മളെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഫ്രാൻസിലോട്ട് വിടും, പിന്നീട് ഇറ്റലി, ഹംഗറി, ജർമ്മനി, അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോയി എന്ന് പറയാം. യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻ എന്താ? 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, വാതിൽപ്പടികളിലെ 2.5 കിലോഗ്രാം സ്വർണം പതിച്ചത്. 2, ദ്വാരപാല ശില്പങ്ങളിലെ 1.5 കിലോഗ്രാം സ്വർണം. ജൂലൈ 19, ജൂലൈ 20-ന് ദ്വാരപാല ശില്പങ്ങൾ അഴിച്ചെടുത്ത് ചെന്നൈയിൽ കൊണ്ടുപോയി മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവന്ന് വെച്ചു. അതിനി 1999-ലെ ദേവസ്വം ബോർഡുകാരെ അന്വേഷിക്കണമെങ്കിൽ അന്വേഷിച്ചോട്ടെ. സമയം കളയണമെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും സമയം കളയാം. പക്ഷേ ഇത് ഫോക്കസ് തെറ്റിക്കാനും ബാക്കി ഒരുപാട് പേര് ഇൻവോൾവ് ആണെന്ന് വരുത്താനും മുമ്പുള്ള ദേവസ്വം ബോർഡുകളിൽ നിന്ന് കുറച്ച് സ്വർണം പോയി എന്ന് തെറ്റിദ്ധരിപ്പിക്കാനും അവസാനം എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി. ഇടയ്ക്ക് ശ്രദ്ധിച്ചു കാണും, നമ്മുടെ ചെന്നൈയിലെ ഒരു ജുവലറിയിൽ നിന്ന് 600 ഗ്രാം സ്വർണം തിരിച്ചു കിട്ടിയെന്നൊക്കെ ചില വാർത്തകൾ ഉണ്ടായിരുന്നു. അതായത് ഈ 6 വർഷം അവരോട് പൂട്ടി വെച്ചിരുന്ന ഈ സ്വർണം. നാട്ടുകാരെ പറ്റിക്കുമ്പോൾ നമ്മളൊക്കെ അരിയാഹാരം കഴിച്ച് ജീവിക്കുന്നതല്ലേ. അപ്പം എങ്ങനെങ്കിലും തൂക്കം ഒപ്പിച്ച് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അങ്ങനൊന്നും രക്ഷപ്പെടാൻ നടക്കൂല. കാര്യം ഇത് ഹൈക്കോടതി, ഇതിൽ പരാതിക്കാരൻ ഹൈക്കോടതിയാണ്. ഇനിയും ട്രയൽ കോടതികളിലേക്കും വരുമ്പോൾ ട്രയൽ കോടതികളും ഓർത്തിരിക്കുമല്ലോ, അവര് വിധിന്യായത്തിലൊന്നും എഴുതും. പോയ സ്വർണം കിട്ടാൻ വകുപ്പില്ല. നേരത്തെ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ പറയുന്ന പോലെ ഈ സ്വർണം എല്ലാം തിരിച്ചു കൊണ്ടുവരുന്നതാണല്ലോ പ്രാഥമിക ഉത്തരവാദിത്തം സർക്കാരിന്റെ എന്നൊക്കെ പറയുന്നിടത്ത് രാഹുൽ പോലും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്നല്ലേ? ഒറ്റ വരി പറഞ്ഞിട്ട് ഇപ്പൊ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എനിക്കത് പറയുമ്പം വേദനയുണ്ട്. അതായത് ഇപ്പം ശബരിമലയിൽ ഇരിക്കുന്ന ദ്വാരപാലക അല്ലെങ്കിൽ സ്വർണം പതിച്ച ദ്വാരപാലക ശില്പങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇപ്പൊ ഇരിക്കുന്ന വാതിൽപ്പടിയിലെ സ്വർണം പൂശിയത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഒറിജിനൽ മിസ്സിംഗ് ആണ്. ഈ ഒറിജിനൽ മറിച്ചു വിറ്റോ മുറിച്ചു വിറ്റോ എന്നുള്ളതാണ് ചോദ്യം. അതായത് മറിച്ചു വിറ്റാൽ സ്വർണത്തിന്റെ മൂല്യം മാത്രമേ ഉള്ളൂ, ഏതാനും കോടികൾ മാത്രമേ ഉണ്ടാകൂ. പക്ഷെ മുറിച്ചു വിറ്റാൽ ഡിവൈൻ വാല്യൂ കൂടെ വെച്ച് ദശകോടികൾ ഉണ്ടാക്കാം. അതായത് ഇത് 10-14 ഭാഗങ്ങളായിട്ടാണ്. ഇതിന്റെ ഓരോ ഭാഗങ്ങൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലെയും വലിയ ബിസിനസ്സുകാരോട് പോയി അയ്യപ്പന്റെ സ്വർണം പാളികളാണ് എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കും ഇത് മറിച്ച് വിറ്റെങ്കിൽ ഒരുപാട് രൂപ ഉണ്ടാക്കാം. അങ്ങനെയാണ് ഈ ആന്റിക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. ഇതിന് സേക്രഡ് വാല്യൂ, ഡിവൈൻ വാല്യൂ, ഇമോഷണൽ വാല്യൂ, റിച്വലിസ്റ്റിക് വാല്യൂ ഉണ്ടോണ്ടാണല്ലോ ഈ 1000 വർഷം അടക്കം പഴയുള്ള സാധനങ്ങൾക്ക്. രാഹുൽ, വിദേശയാത്ര താൻ നടത്തിയിട്ടില്ല. മുൻപുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ കാര്യം അന്വേഷിക്കൂ. അവർ വിദേശയാത്ര നടത്തിയിട്ടുണ്ട്. അതാണ് ശ്രീ എം പത്മകുമാർ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പാസ്പോർട്ടാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ കോടികളുടെ, അതായത് മുറിച്ച് തന്നെ വിറ്റത്, ഉരുക്കി വിറ്റതല്ല, മുറിച്ച് തന്നെ വിറ്റ രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോയി എന്നുകൂടിയാണോ? അങ്ങനെയാണോ? ഈ 14 ഭാഗങ്ങളുണ്ട്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 7-8 പേര് ഇപ്പം തന്നെ ഉണ്ട്. ഇനിയും കൂടുതൽ ആൾക്കാർ വരുമായിരിക്കും. ഈ 1, 1.5, 2 കോടി രൂപയ്ക്കാണെങ്കിൽ ഈ 10 പേർക്ക് വീതിച്ചു കൊടുത്താൽ എന്ത് കിട്ടാനാണ്? ശരിക്കും ആ അർത്ഥത്തിൽ ഏതാനും ദശലക്ഷങ്ങൾക്ക് വേണ്ടിയാണ് ഈ കൊള്ള ചെയ്തിരുന്നെങ്കിൽ ഈ കൊള്ള ചെയ്തവര് സാധാരണ ഭക്തന്മാരോട് പറഞ്ഞാൽ നമ്മൾ പിരിച്ചു കൊടുക്കുമായിരുന്നല്ലോ, അയ്യപ്പന്റെ ഒറിജിനൽ സാധനം അടിച്ചു കൊണ്ടുപോകുന്നതിന് വരും. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇതിന്റെ ഡിവൈൻ വാല്യൂ വെച്ച് മറിച്ച് വിറ്റ്, മുറിച്ചും മറിച്ചും വിറ്റ് അയ്യപ്പന്റെ കാര്യങ്ങൾ വിദേശ മാർക്കറ്റിൽ അടക്കം വിറ്റ് കോടിക്കണക്കിന് രൂപ ഇവർ സമ്പാദിച്ചിട്ടുണ്ടാണോ? ഇല്ലെങ്കിൽ ഇവന്മാർ മണ്ടന്മാരാണ്, കള്ളന്മാർ മാത്രമല്ല മണ്ടന്മാരുമാണ്. അപ്പോൾ അതാണ് സുഭാഷ് കപൂറിന്റെ റെഫറൻസ്. ഈ സുഭാഷ് കപൂറിന്റെ റെഫറൻസ് നമ്മളാരും കൊണ്ടുവന്നതല്ല. സുഭാഷ് കപൂറിന്റെ റെഫറൻസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ കൊണ്ടുവന്നതാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ പ്രത്യേകിച്ച് അമ്പലവുമായി ബന്ധപ്പെട്ട നമ്മുടെ ആചാരവും ചരിത്രവുമായി ബന്ധപ്പെട്ടതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ മോദിജിക്ക് അമേരിക്കൻ ഗവൺമെന്റ് 2021 ഏകദേശം 150 കോടി രൂപയുടെയോ 140 കോടി രൂപയുടെയോ പഴയ വിഗ്രഹങ്ങൾ തിരിച്ചു കൊടുത്തയച്ചു. എത്ര കോടികളാണെന്ന് ആലോചിക്കണം. അപ്പൊ അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആന്റിക് വാല്യൂ ഉണ്ട്. ശബരിമലയുടെ ആന്റിക് വാല്യൂവിനേക്കാൾ കൂടുതൽ സേക്രഡ് വാല്യൂ ആണ്. ലൈഫ് ടെമ്പിൾ ആയതുകൊണ്ട് സേക്രഡ് വാല്യൂ ആണ്. ഇത് പലർക്കായിട്ട് മുറിച്ചു കൊടുത്ത് കാണണം. ഇനി ഉണ്ണികൃഷ്ണൻ പറയുന്ന ഒരു കള്ളം കൂടിയുണ്ട്. ഉണ്ണികൃഷ്ണനും സ്മാർട്ട് ക്രിയേഷൻസും ഇപ്പം പറയുന്നത് ഞങ്ങൾ അതിൽ നിന്ന് സ്വർണം എടുത്തുകൊണ്ട് ചെമ്പങ് ഇല്ലാതായി എന്നാണ്. യഥാർത്ഥത്തിൽ ബാക്കി ആർക്കെങ്കിലും ഇത് മറിച്ചു വിറ്റോ എന്ന ചോദ്യം മുറിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവർ പറയുന്നത് ഞങ്ങൾ ആ സ്വർണം എടുത്തിട്ട് ചെമ്പങ് ഇല്ലാതായി എന്ന്. ഇവർക്ക് ഈ തീരുമാനം എടുക്കാൻ ആരധികാരം കൊടുത്തു? അയ്യപ്പന്റെ ഒറിജിനൽ സാധനം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ഉണ്ണികൃഷ്ണനോ ബാക്കി സ്മാർട്ട് ക്രിയേഷൻസിനോ ആര് റൈറ്റ്? ശരി, രാഹുൽ, ഞാൻ തിരികെ ശ്രീ